നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പിതൃമോക്ഷം തേടി കർക്കിടകവാവ് പിതൃബലി തർപ്പണം നടത്തി ആയിരങ്ങൾ. മോഷ്ടിച്ച കാറുമായി കടന്ന യുവാവിനെ പുതുക്കാട് പോലീസ് സാഹസികമായി പിടികൂടി. മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായവർക്ക് സഹായഹസ്തവുമായി ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കും ഭരണസമിതി അംഗങ്ങളും. ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് വൻ കൊള്ളകൾ നടത്തുന്ന സംഘത്തെ ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. പിതൃമോക്ഷം തേടി കർക്കിടകവാവ് ബലിക്കായി ആറാട്ടുപുഴ മന്ദാരം കടവിലെത്തിയത് ആയിരങ്ങൾ. കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിനത്തിലാണ് കർക്കിടകവാവ് ബലി ആചരിക്കുന്നത്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ട് കർക്കിടകവാവ് ബലി പ്രാധാന്യമുള്ളതായി. 33 ദേവി ദേവന്മാർ ആറാടുന്ന ആറാട്ടുപുഴ മന്ദാരം കടവിലെ ഈ വർഷത്തെ കർക്കിടകവാവ് ബലിയും പിതൃതർപ്പണവും ഭക്തിനിർഭരമായി നടന്നു. ശനിയാഴ്ച പുലർച്ചെ 12:30 മുതൽ കാലത്ത് 10 വരെ ബലിതർപ്പണം നടക്കുന്നു. ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള സാധന സാമഗ്രികളും കർമ്മികളും കടവിൽ ലഭ്യമായിരുന്നു. തിലഹോമം, കൂവളപ്പറ, എള്ള്, തിരി, പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതിനുള്ള സൌകര്യവും കടവിൽ ഒരുക്കിയിരുന്നു. ബലിതർപ്പണത്തിന് എത്തുന്ന എല്ലാവർക്കും കടവിൽ ലഘുഭക്ഷണം ഒരുക്കിയിരുന്നു. മാപ്രാണം സുരേഷ് ശാന്തിയും സന്തോഷ് ഇളയത് കുറ്റൂരും കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞ് മന്ദാരം കടവ് മുങ്ങിയിരുന്നതിനാൽ ബണ്ട് റോഡിലാണ് ബലിതർപ്പണത്തിനുള്ള സൌകര്യം ഒരുക്കിയിരുന്നത്. പുഴയിൽ വെള്ളം ഉയർന്നതിനാൽ തന്നെ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ പ്രത്യേക സംഘവും കടവിൽ മുഴുവൻ സമയവും നിർദ്ദേശങ്ങളുമായി ഉണ്ടായിരുന്നു. പോലീസും സുരക്ഷയൊരുക്കി സ്ഥലത്തുണ്ടായിരുന്നു. വെള്ളം ഉയർന്നതിനാൽ തന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തിരക്ക് കുറവായിരുന്നു. നെല്ലായി ശ്രീ മഹാമുനിമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണത്തിന് നിരവധി ഭക്തജനങ്ങളെത്തി. ക്ഷേത്രക്കടവിലാണ് ബലിതർപ്പണത്തിനുള്ള സൌകര്യം ഒരുക്കിയത്. മേൽശാന്തി നടുവത്ത് മനയ്ക്കൽ കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിക്ക് ആയിരങ്ങളെത്തി. കർക്കിടകവാവിനോടനുബന്ധിച്ചുള്ള പിതൃബലി തർപ്പണത്തിന് ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ്. വെളുപ്പിന് 2 മണി മുതൽ ആരംഭിച്ച ബലിതർപ്പണം രാവിലെ 10 മണിവരെ നീണ്ടു. ചെട്ടിച്ചാൽ മണികണ്ഠൻ ശാന്തി പിതൃകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അന്നമനട സൌത്ത് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണത്തിന് നിരവധി ഭക്തജനങ്ങളെത്തി. പുലർച്ചെ 3 മണി മുതൽ രാവിലെ 10 മണിവരെ ബലിതർപ്പണം നടത്തി. കൊടുങ്ങല്ലൂർ ശ്രീ ദിവ്യൻ ശാന്തി കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച വെളുപ്പിന് 5 മണി മുതൽ 9 മണിവരെ ഇവിടെ ബലിതർപ്പണത്തിനുള്ള സൌകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ബലിതർപ്പണത്തിനായി ആയിരങ്ങൾ ചാലക്കുടി കൂടപ്പുഴ കടവിലെത്തി. പൂർവികരുടെ സ്മരണയ്ക്കായി ബലിതർപ്പണത്തിനായി ആയിരങ്ങൾ കൂടപ്പുഴ ആറാട്ടുകടവിൽ അണിനിരന്നു. ശനിയാഴ്ച വെളുപ്പിന് മുതൽ കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്രത്തിലും കൂടപ്പുഴ ആറാട്ടുകടവിൽ ഒരുക്കിയ ബലിയിടൽ കേന്ദ്രങ്ങളിലും തിരക്കനുഭവപ്പെട്ടു. കൂടപ്പുഴ NSS കരയോഗവും ക്ഷേത്ര സംരക്ഷണ സമിതിയും ചേർന്നാണ് കർക്കിടകവാവ് ബലിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയത്. വെളുപ്പിന് 4 മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. കർമ്മികളായ മോഹനൻ ഇളയത്, ബിനു, ബാബു, സുധീഷ്, അനിൽകുമാർ എന്നിവർ വാവ് ബലികർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. വെളുപ്പിന് ക്ഷേത്രത്തിൽ നടന്ന ഗണപതി ഹോമം, മറ്റു ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് താമരപ്പള്ളി മന ജാതവേദൻ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണം കഴിഞ്ഞുവരുന്ന ഭക്തർക്ക് ക്ഷേത്രത്തിൽ അന്നദാനമൊരുക്കിയിരുന്നു. പുഴയിലെ ജലനിരപ്പും ഒഴുക്കും പരിഗണിച്ച് ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സും പോലീസും സംഘാടക വളണ്ടിയേഴ്സും ഭക്തർക്ക് വേണ്ട നിർദ്ദേശം നൽകി. ക്ഷേത്രം NSS ഭാരവാഹികളായ സുകുമാരൻ മറ്റത്തിൽ, സജീവ് വെള്ളന്നൂർ, ശ്രീകുമാർ ചിറക്കൽ, പ്രകാശ് പ്ലാവിൻ തോട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. മലപ്പുറം കാളിക്കാവിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി കടന്ന യുവാവിനെ പുതുക്കാട് പോലീസ് സാഹസികമായി പിടികൂടി. ആലപ്പുഴ അരൂക്കുറ്റി സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ 28 വയസ്സുള്ള ഫൈസലാണ് പുതുക്കാട് പോലീസിന്റെ പിടിയിലായത്. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം.
മലപ്പുറത്ത് നിന്ന് കാർ മോഷ്ടിച്ചു കടന്ന യുവാവിനെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് പാലീക്കര ടോൾ പ്ലാസയിൽ വെച്ച് പരിശോധന നടത്തുന്നതിനിടെ പോലീസിനെ വെട്ടിച്ചു കടന്ന കാറിനെ പോലീസ് പിന്തുടരുകയായിരുന്നു. പുതുക്കാട് പോലീസ് സ്റ്റേഷന് മുൻപിലെ യു ടേണിൽ വെച്ച് പോലീസ് കാർ തടഞ്ഞെങ്കിലും യുവാവ് പുറത്തേക്കിറങ്ങി ഓടുകയായിരുന്നു. പിന്നാലെ ഓടിയ പോലീസ് പ്രതിയെ പിടികൂടി. പിന്നീട് കാളിക്കാവ് പോലീസിന് പ്രതിയെ കൈമാറി. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് SHO വി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായവർക്ക് സഹായഹസ്തവുമായി ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കും ഭരണസമിതി അംഗങ്ങളും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സനീഷ് കുമാർ ജോസഫ് MLA മുഖേന 5,35,555 രൂപ കൈമാറി. ബാങ്ക് പ്രസിഡന്റ് VL ജോൺസൺ, വൈസ് പ്രസിഡന്റ് ദിലീപ് പേരാമ്പ്രത്ത്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ റിൻഡോ കണ്ണമ്പുഴ, ജോയ് മാളിയേക്കൽ, OS ചന്ദ്രൻ, ആന്റോ മേലേപ്പുറം, അബ്ദുൾ മജീദ്, ജോസ് പുല്ലൻ, ഷനിൽ കൂത്തങ്ങോട്ടുകാരൻ, ഇന്ദിര ബാബു, റീന ഡേവിസ്, സിനി സന്തോഷ്, സെക്രട്ടറി KP സാബിൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KJ മിനി, ബ്രാഞ്ച് മാനേജർമാരായ NT ഡേവിസ്, ലൈജോ, ലോറൻസ്, M രഘുനാഥ് എന്നിവർ പങ്കെടുത്തു. തീർച്ചയായും ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ബാങ്കാണ് ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക്. ഏത് പ്രയാസങ്ങളിലും ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചൊരു പാരമ്പര്യമാണ്. തീർച്ചയായും ഈ ദുരന്തമുഖത്ത് അവരെ സഹായിക്കാൻ ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡും അതോടൊപ്പം തന്നെ ജീവനക്കാരും ഒക്കെ ചേർന്ന് 5,35,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു മഹനീയ മാതൃക ഇവിടെ കാണിച്ചിരിക്കുകയാണ്. സഹായം നൽകാൻ സർവേശ്വരൻ നമ്മുടെ ഈ ബാങ്കിനെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നതിന് ഈ സഹകാരികളുടെ എല്ലാവരുടെയും സഹായം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് നമ്മുടെ ബാങ്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് വൻ കൊള്ളകൾ നടത്തുന്ന സംഘത്തെ ചാലക്കുടി DVSP K സുമേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടി. അതിരപ്പള്ളി കണ്ണൻകുഴി സ്വദേശി മുല്ലശ്ശേരി വീട്ടിൽ കനകാംബരൻ, അതിരപ്പള്ളി വെറ്റിലപ്പാറ വഞ്ചിക്കടവ് അമ്പലത്തിനു സമീപം ചിത്രക്കുന്നൽ വീട്ടിൽ സതീശൻ, ചാലക്കുടി നോർത്ത് കൊന്നക്കുഴി സ്വദേശിയും വർഷങ്ങളായി പാലക്കാട് വടക്കഞ്ചേരി കിഴക്കഞ്ചേരിയിൽ താമസിക്കുന്നയാളുമായ ഏരുവീട്ടിൽ ജിനു എന്ന് വിളിക്കുന്ന ജിനീഷ്, അതിരപ്പള്ളി വെറ്റിലപ്പാറ ചക്കന്തറ ക്ഷേത്രത്തിനു പിറകിൽ താമസിക്കുന്ന പുത്തനമ്പൂക്കൻ വീട്ടിൽ അജോ, പാലക്കാട് വടക്കഞ്ചേരി കമ്പാന്തറ സ്വദേശി പ്രധാനി വീട്ടിൽ ഫൈസൽ എന്നിവരെയാണ് മുംബൈ പൽഘാർ CBCID പോലീസിനുവേണ്ടി പിടികൂടിയത്. കഴിഞ്ഞ 10-ാം തീയതി ഗുജറാത്ത് രാജ്കോട്ട് സ്വദേശിയായ വ്യവസായി റഫീഖ് ബായി സെയ്ദ് തന്റെ കാറിൽ ഡ്രൈവറോടൊത്ത് മുംബൈക്ക് വരവെ പൽഘാർ ജില്ല മാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പുലർച്ചെ 3-ന് 3 കാറുകളിലായി എത്തിയ സംഘം മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയിൽ വാഹനം തടഞ്ഞ് ഡ്രൈവറുടെ വശത്തെ ചില്ല് തകർത്ത് കാർ യാത്രികരെ മർദ്ദിച്ച് പുറത്തിറക്കി കാർ തട്ടിക്കൊണ്ടുപോയി അതിലുണ്ടായിരുന്ന 73 ലക്ഷത്തിൽ പരം രൂപ കൊള്ളയടിച്ച ശേഷം വിക്രംഘട്ട് എന്ന സ്ഥലത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഭയചകിതരായ വ്യവസായിയും ഡ്രൈവറും സമനില ചിത്ത വീണ്ടെടുത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെട്ടു. തുടർന്ന് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന് അന്വേഷണ സംഘം വാഹന നമ്പറുകൾ കണ്ടെത്തിയെങ്കിലും അവ വ്യാജ നമ്പറുകളായിരുന്നു. ഇത്തരത്തിൽ ഹൈവേ കൊള്ള നടത്തുന്ന സംഘങ്ങളെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് കേരളത്തിലെ തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയത്. കൊള്ള സംഭവവുമായി സാദൃശ്യമുള്ളതിനാൽ പൽഘാർ ജില്ലാ പോലീസ് സൂപ്രണ്ട് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെടുകയും തൃശൂർ റൂറൽ SP-യുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘത്തെ ചാലക്കുടിയിലേക്ക് അയക്കുകയുമായിരുന്നു. മുംബൈ പോലീസ് ചാലക്കുടിയിലെത്തി ടോൾ പ്ലാസയിലെ അവ്യക്ത CCTV ദൃശ്യങ്ങൾ ചാലക്കുടി പോലീസിനെ കാണിച്ചതോടെ പ്രതികളെ തിരിച്ചറിയുകയും നേരം ഇരുട്ടി വെളിക്കുന്നതിന് മുൻപേ ചാലക്കുടി DVSP-യുടെ സ്ക്വാഡ് പ്രതികളെ പിടികൂടി മുംബൈ പോലീസിന് കൈമാറുകയുമായിരുന്നു. ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൌലോസ്, PM മൂസ, VU സിൽജോ, AU റെജി, ബിനു MJ, ഷിജോ തോമസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പിടിയിലായവരിൽ ജിനീഷ് വർഷങ്ങൾക്ക് മുൻപ് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യുവാവിനെ ടിപ്പർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെട്ടയാളാണെന്നും മറ്റ് നിരവധി കൊള്ള സംഭവങ്ങളിൽ പങ്കുള്ളതായും അന്വേഷണ സംഘം കണ്ടെത്തി. ഫൈസൽ കോങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 കോടിയിൽ പരം രൂപ കൊള്ളയടിച്ച കേസുള്ളയാളാണ്. കനകാംബരനും സതീശനും അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയതിന് കേസുകൾ ഉള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ മുംബൈയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. ഇവരുടെ കൂട്ടാളികളെ കണ്ടെത്താൻ ഊർജിത അന്വേഷണം നടത്തുമെന്നും മുംബൈ പോലീസ് അറിയിച്ചു. ചാലക്കുടി നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 79 ഭിന്നശേഷിക്കാരായ വയോജനങ്ങൾക്ക് 7.5 ലക്ഷം രൂപയുടെ വിവിധ ഉപകരണങ്ങൾ വിതരണം ചെയ്തു.
വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക ക്യാമ്പിൽ നിന്നാണ് ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കണ്ടെത്തിയത്. ഉപകരണങ്ങളുടെ വിതരണം നഗരസഭാ ചെയർമാൻ എബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു എസ് ചിറയത്ത്, പ്രീതി ബാബു, ദീപു ദിനേശ്, ആനി പോൾ, എം അനിൽകുമാർ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ്, മുൻ ചെയർമാൻ VO പൈലപ്പൻ, റോസി ലാസർ, സെക്രട്ടറി VS സന്ദീപ് കുമാർ, ICCS സൂപ്പർവൈസർ ബിന്ദു ലോനപ്പൻ എന്നിവർ പ്രസംഗിച്ചു. ഒട്ടും സന്തോഷമില്ലാതെയാണ് നഗരസഭയിൽ പരിപാടി സംഘടിപ്പിച്ചത്. അതിന് കാരണം നമ്മുടെയൊക്കെ സഹപ്രവർത്തകർ ഏകദേശം 300ഓളം പേര് വയനാട്ടിൽ മരണപ്പെട്ടിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതില് നമുക്ക് 100ഓളം പേരുടെ മൃതശരീരങ്ങൾ കിട്ടി മരണം സ്ഥിരീകരിച്ചുവെങ്കിൽ 200ഓളം പേര് നമുക്കിതുവരെ മിസ്സിംഗ് ആണ്, കാണാതെ പോയിരിക്കുക. മരണപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. കേരളത്തിന്റെ മനസ്സും കേരളത്തിലെ ജനങ്ങളും മണലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൈനൂരിൽ മണലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കൈനൂർ കാരാട്ടുപറമ്പിൽ അഖിലാണ് മരിച്ചത്. 23 വയസ്സ്. പുത്തൂർ പൌണ്ട് റോഡിൽ കോലോത്തുകടവിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. റവന്യൂ വകുപ്പ് മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ ഫയർഫോഴ്സ്, NDRF, പോലീസ്, നീന്തൽ വിദഗ്ധർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കൂടപ്പുഴയിൽ ഏകദേശം 10 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. കൂടപ്പുഴ ചിറക്കൽ നാരായണൻകുട്ടിയുടെ വീട്ടിൽ നിന്നും ഏകദേശം 10 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. കൂടപ്പുഴ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിനു സമീപം വീടിന് പുറകിൽ കോഴിക്കൂടിന് സമീപത്തു നിന്നുമാണ് അസാമാന്യ വലുപ്പമുള്ള പെരുമ്പാമ്പിനെ പിടികൂടിയത്. പതിവില്ലാതെ നായ കുരയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വീടിന്റെ പിൻഭാഗത്ത് കോഴിക്കൂടിന് സമീപം പെരുമ്പാമ്പിനെ കണ്ടത്. അധികൃതരെ വിവരമറിയിച്ചു. പാമ്പിനെ പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടു. സമീപ ദിവസങ്ങളിലുണ്ടായ അതിതീവ്ര മഴയെ തുടർന്ന് വീടിന്റെ പുറകുവശത്തെ കുട്ടാടൻ പാടത്ത് വെള്ളം കയറിയിരുന്നു. മലവെള്ളത്തിലെത്തിയ പാമ്പാകാമെന്നാണ് വീട്ടുകാർ പറയുന്നത്. രാവിലെ 2:45 പതിവിന് വിപരീതമായിട്ട് പട്ടി വല്ലാതെ നായ വല്ലാതെ കുരക്കണ കേട്ടപ്പോഴാണ് ഞങ്ങൾ എഴുന്നേറ്റ് നോക്കുന്നത്. അപ്പൊ സാധാരണ വല്ലാതെ കുരയ്ക്കുമ്പോൾ പൂച്ചേനെ കണ്ടിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടിട്ടായിരിക്കും കുരയ്ക്കാറ്. അപ്പൊ അവനെ അഴിച്ചു വിടാറാണ് പതിവ്. അങ്ങനെ പതിവ് പോലെ അഴിച്ചു വിട്ടപ്പോ അവനും വല്ലാതെ പേടിച്ച് പതുക്കെ പതുക്കെ നടക്കണ കണ്ടു. അങ്ങനെ എന്താന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ താഴെ ഒരു ബോൾ രൂപത്തില് ഒരു കോഴിനെ ചുറ്റി വലിഞ്ഞ രീതിയിൽ വലിയൊരു പെരുമ്പാമ്പ് കിടക്കുന്നതായിട്ട് കണ്ടത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6480 രൂപ, പവന് 51,480 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിതൃമോക്ഷം തേടി കർക്കിടകവാവ് പിതൃബലി തർപ്പണം നടത്തി ആയിരങ്ങൾ. മോഷ്ടിച്ച കാറുമായി കടന്ന യുവാവിനെ പുതുക്കാട് പോലീസ് സാഹസികമായി പിടികൂടി.
മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായവർക്ക് സഹായഹസ്തവുമായി ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കും ഭരണസമിതി അംഗങ്ങളും. ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് വൻ കൊള്ളകൾ നടത്തുന്ന സംഘത്തെ ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.